ഞാൻ പറഞ്ഞ ചാലഞ്ച്. മഞ്ചേശ്വരം മുതൽ പാഠശാല വരെ ഞാൻ തുണിയില്ലാതെ നടന്നു പോകും. അതാണ് എന്റെ ചാലഞ്ച്. സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ നമസ്കാരം, മിന്നൽ നിച്ചുവാണ്. ഈ പ്രാവശ്യത്തെ നിയമസഭ തെരഞ്ഞെടുപ്പില് ഒരു കേരളത്തിന്റെ പ്രൊജക്ട് എന്താണെന്നറിയോ? BJPക്ക് 0 സീറ്റ്. ഒറ്റ സീറ്റ് പോലും BJP കിട്ടില്ല. 140 മണ്ഡലത്തിൽ ഒരു സീറ്റ് പോലും BJP കിട്ടുന്നില്ല. BJPക്കാർ പറയുന്നുണ്ട് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, വീട് ചെയ്തു തരാം, റോഡ് ചെയ്തു തരാം, ഒരുപാട് വാഗ്ദാനങ്ങളാണ് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ? ഉത്തരേന്ത്യയിലും ഗുജറാത്തിലും പഞ്ചാബിലും ഒരുപാട് BJP ഭരിക്കുന്ന മണ്ഡലത്തിൽ കോളനിയും റോഡില്ലാതെയും പട്ടിണി പാവങ്ങളും അങ്ങനെയൊക്കെ അയച്ചിരിക്കുന്നുണ്ട്. ആദ്യം അവന്മാർ അത് ശരിയാക്കി പറട്ടെ. BJPന്റെ ഒരു ആവശ്യമില്ല കേരളത്തിൽ. BJP കേരളത്തിൽ വേണ്ട. BJP റദ്ദാണ് കേരളത്തിൽ. കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പാർട്ടിക്കാർ പഠിച്ചാൽ മതി. BJPന്റെ ഒരു ആവശ്യമില്ല. പിന്നെ സുരേന്ദ്രൻ ഇത് പറയുന്നത്, സുരേന്ദ്രൻ ഇത് 3ാമത്തെ പ്രാവശ്യം തോക്കുന്നതാ. നീ മരിക്കും വരെ നിന്നെ തോപ്പിച്ചോണ്ട് തന്നെയിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ. നീ വിട്ടുപിടി. നീ വേറെ ഏതെങ്കിലും ഈ കേരളത്തിൽ വേറെ ഇറക്കുമ്പോ നീ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്റെ ഒരു ആവശ്യമില്ല. നിന്നെ ജനങ്ങൾക്ക് വേണ്ടയും വേണ്ട. ഒരുപാട് വാഗ്ദാനം കാര്യങ്ങൾ ഒരു മണ്ണാങ്കട്ടയും വേണ്ട. പിന്നെ ഒരുപാട് സെലിബ്രിറ്റി ആൾക്കാരൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആരിറക്കിയാലും ഒരു കുഴപ്പമില്ല. പാലക്കാട്ടിൽ മോദി വന്ന് വിസിറ്റ് ചെയ്ത് പോയി. മോദിയല്ലേ ഡ്രം വന്നാലും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാനും പോകുന്നില്ല, യവൻ വിചാരിച്ചാലും. പിന്നെ കേരളത്തില് ഒരു സീറ്റ് പിടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ ചാലഞ്ച്. മഞ്ചേശ്വരം മുതൽ പാഠശാല വരെ ഞാൻ തുണിയില്ലാതെ നടന്നു പോകും. അതാണ് എന്റെ ചാലഞ്ച്. സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല.